ഇപ്പൊ നമ്മൾ കല്ലെടുത്ത് എറിഞ്ഞാൽ പോലും നമുക്കൊരു ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ആളുകളെ കാണാം. Correct. അത്രയധികം കൂടുതലുണ്ട്. ഒന്നാമത് എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയന്റെ ഒരു ഇൻഫ്ലുവൻസ് അതെ അതെ കൊണ്ടാവാം അതെ എല്ലാ ആളുകളും ഹിപ്നോട്ടൈസ് ചെയ്യുന്നതാണ്. ഒരു വ്യക്തിനെ പിടിച്ചിരുത്തി നിന്റെ പാസ്റ്റ് ലൈഫിലേക്ക് കൊണ്ടുവരാം, അല്ലെ പാസ്റ്റ് എന്ന് ഒരാളെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഹിപ്നോട്ടൈസ് ചെയ്യുന്ന കാണുന്നുണ്ട്. അതെ പക്ഷെ വേറെ കുറച്ച് ആളുകളുടെ വീഡിയോസ് കണ്ടു. ഇപ്പൊ ഡോക്ടർ അടക്കം ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ പാസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മരിച്ചുപോയ ഒരാളെ നമ്മൾ വീണ്ടും ഹിപ്നോട്ടൈസത്തിലൂടെ തിരിച്ചു കൊണ്ടുവന്നാൽ അത് അത്രമാത്രം ട്രോമ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതെ അതെ അത് ഇപ്പോഴും ഉണ്ട്, ആൾക്കാരെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കാലിക്കറ്റ് പോയി കഴിഞ്ഞ സമയത്ത് അവിടെ ഒരു പ്രോഗ്രാമിന് പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കാലിക്കറ്റ് ബീച്ചിൽ ചെന്ന് പോകാൻ നോക്കിയപ്പോഴേക്കും അവിടെ എവിടെ ചെന്നാലും ഇപ്പോൾ സൂര്യ അതേ പറഞ്ഞ ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ ഒരു ഹിപ്നോട്ടിസം തലയിലേക്ക് വീഴുന്ന അവസ്ഥയാണ്. അതെ കാരണം തിരുവനന്തപുരത്ത് നിന്ന് വരെ ആൾക്കാരോട് വന്ന് ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഹാലൂസിനേഷൻസ് കാണിക്കാന്ന് പറയും. അതിനുശേഷം അത് വീഡിയോ ആക്കി പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. ഇത് ഒരു ഷോക്കേസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ അല്ല ഹിപ്നോസിസ്. പ്യൂർലി ഫോർ ക്ലിനിക്കൽ സൈഡിലത് ഉപയോഗിക്കണം എന്നുള്ളത്. അതായത് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ സ്റ്റേജ് ഹിപ്നോസിസും സ്ട്രീറ്റ് ഹിപ്നോസിസും ഒക്കെ നിർത്തിക്കളഞ്ഞതാണ്. നമ്മുടെ നാട്ടിൽ പക്ഷെ അത് എന്തുകൊണ്ട് വിലക്കുന്നില്ല? മെൻ്റൽ ഹെൽത്തിനെ പറ്റി നമുക്ക് ഇതിനെപ്പറ്റി ശരിക്കും അറിയത്തില്ല, അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ഹിപ്നോസിസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയകൾ യൂസ് ചെയ്യണം എന്നുള്ളൊരു വ്യക്തമായ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. എന്റർടൈൻമെന്റ് പർപ്പസിന് ഹിപ്നോസിസ് ഉപയോഗിക്കുന്നുണ്ട്. ഉണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. മെന്റലിസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് ഹിപ്നോസിസ്. പക്ഷെ അത് കുറച്ച് ആൾക്കാർ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ചില ആളുകളാണ് ഇതിനെ നെഗറ്റീവായിട്ട് ഇങ്ങനെയുള്ള ഹാലൂസിനേഷൻസ് കൊടുത്ത് യൂസ് ചെയ്യാം. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഹാലൂസിനേഷൻ കൊടുക്കാൻ പറ്റും ഹിപ്നോസിസിൽ. പോസിറ്റീവ് ഹാലൂസിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഒരുപാട് ചേഞ്ചസ് ചിലപ്പോൾ ലൈഫിലുണ്ടാകും. ഫ്യൂച്ചറിലേക്ക് നിങ്ങളൊരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ വലിയൊരു ബില്യനെയർ ആയിട്ട് ഇരിക്കുന്ന ഒരു ഹാലൂസിനേഷൻ കൊടുത്ത് ഭയങ്കരമായിട്ട് അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ വ്യക്തിക്ക് അതാകാൻ പറ്റും. മാനിഫെസ്റ്റേഷൻ പോലെ ഡയറക്റ്റ്ലി നമ്മൾ ബോധ മനസ്സിലേക്കല്ലേ പ്ലേസ് ചെയ്യുന്നത്. അതാണ് ഫ്യൂച്ചറിൽ നമ്മൾ ഫ്യൂച്ചർ റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് അവിടെ ഉപയോഗിക്കുക. എന്താണ് അപ്പൊ ഈ ഫ്യൂച്ചർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് പറയാൻ പറഞ്ഞാൽ? ഫ്യൂച്ചർ റിഗ്രഷൻ ഈസി ആയിട്ട് പറയണമെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ഡ്രീംസ് എന്താണോ അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് ഹിപ്നോട്ടിക്കലി നമ്മളിത് കാണും. ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഫ്യൂച്ചറിലേക്ക് ഒരു വണ്ടി വാങ്ങുന്നതോ അല്ലെങ്കിൽ വീട് വാങ്ങുന്നതോ അല്ലെങ്കിൽ വേറെ രാജ്യത്ത് സെറ്റിൽ ആകുന്നതോ എന്ത് വേണമെങ്കിലും നമുക്ക് കാണാം.